ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല നങ്ക് കിട്ടിയായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളിമുളക് ഉണ്ടാക്കാമെന്ന്. നിങ്ങളുടെ അവിടെയൊക്കെ ഉള്ളിമുളക് എന്നാണോ പറയുന്നത്? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്നേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അല്പം എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കൊച്ചുള്ളി എടുത്ത കേട്ടോ. ഉള്ളിയായിരിക്കും നല്ല ടേസ്റ്റ്. ഞാനിപ്പം നല്ലപോലെ എടുത്തിട്ടുണ്ട് ഉള്ളി ചെറിയ രീതിയിൽ ഞാൻ സ്ലൈസ് രീതിയിലൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഉണക്കമുളക് എടുത്തിരിക്കുന്നത്. പിരിയനാണ്, സാധാ മുളകല്ല. പിരിയനാകുമ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ എടുക്കണം. സാധാ മുളകാണെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി, കാരണം എരിവ് നല്ലപോലെ കാണും. ഞാനിവിടെ പിരിയനായതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ്. ഇതും ഇതിലേക്കിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായി വരുന്ന സമയത്ത് ഞാനിവിടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് വെള്ളം ഒന്ന് തിളക്കട്ടെ. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നങ്കിടാം. ഇപ്പം നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ നങ്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നങ്കായതുകൊണ്ട് പെട്ടെന്ന് വേവും, അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു സ്പൂണിട്ട് ഇട്ടതിന് ശേഷം ഇളക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് നങ്ക് പൊടിഞ്ഞു പോകും. നമ്മുടെ അരപ്പുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് തിളപ്പിക്കാം. ഇച്ചിരി നേരം ലോ ഫ്ലെയിമും കൂടെ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് വേകട്ടെ. സിമ്മിലിട്ട് വേണം വേവിക്കാൻ. ഇപ്പോൾ ഏകദേശം നമ്മുടെ നങ്കൊന്നായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ നങ്ക് ഉള്ളിമുളക് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.